ഈ അപ്പൂപ്പൻ ജസ്റ്റ് ഒന്ന് കുളിച്ചും കണ്ടേനി ആ പയ്യനെ പൊതിരെ തല്ലി. എന്നിട്ട് മേല നിന്നെ ഈ പരിസരത്ത് കണ്ടുപോയത്, ഇനി കണ്ട വേണ്ട കൈ കണ്ടോ നീ, പണിക്കൊന്നും പോവാതെ ചുമ്മാ ഇന്ന് തിന്ന് തരംപിച്ച കൈയാണ്, ഒരെണ്ണം ഇട്ട് തന്ന ഇരുപ്പതായിരിക്കും എന്നും പറഞ്ഞിട്ട് കുളിക്കാൻ വന്ന ആന്റിമാരെ നോക്കി ഒരു ചിരിയങ്ങ് ചിരിച്ചിട്ട് ആ അപ്പൂപ്പനങ്ങ് പോയി. പക്ഷെ ഇവന് അടി കിട്ടിയത് വലിയൊരു അപമാനമായിരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടി അയാളെ വെല്ലുവിളിക്കുകയാണ്. ഡോ കളവാ, തനിക്ക് ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നമ്മുടെ പെരുസ്, അതായത് ആ അപ്പൂപ്പൻ രാവിലെ മുതൽ ഒറ്റ ഇരിപ്പങ്ങിരിക്കുകയാണ്. എന്ത് പറ്റിയെന്നറിയാൻ മൂത്ത മകനായ സാമിക്കന്ന് അടുത്തേക്കൊന്ന് നോക്കി. ശ്വാസം വരാത്തത് കൊണ്ട് അച്ഛൻ മരിച്ചുവെന്ന് മകന് മനസ്സിലായി. പക്ഷെ താഴേക്ക് നോക്കിയപ്പോ എന്തോ ഒരു സാധനം കണ്ട് അവൻ വല്ലാണ്ട് പേടിച്ചു. അങ്ങനെ അച്ഛൻ മരിച്ച വിവരം അനിയനെ അറിയിച്ചു. അവന്റെ ഏറ്റവും വലിയ കള്ളുകൂടി പാർട്ണറായിരുന്നു അച്ഛൻ. കുപ്പി വെച്ച് നീട്ടിയപ്പോഴായിരുന്നു സംഭവം മനസ്സിലായത്. അച്ഛന്റെ സംഭവം ഇപ്പോഴും പൊങ്ങി നിൽക്കുകയാണ്. മരിച്ചിട്ടും അത് താന്നിട്ടില്ല. അത് താക്കാനുള്ള വഴി അന്വേഷിച്ച് സാമിക്കന്ന് നേരെ അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് ചപ്പാത്തി പലക എടുത്തു. പക്ഷെ ഇത് വെച്ച് താക്കാൻ ശ്രമിച്ച പിന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തികൾക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ഉലക്കം ഉണ്ടോന്നു. എന്നിട്ട് അത് പതുക്കെ മേത്തോടിട്ട് വിട്ടു നോക്കി. പക്ഷെ സംഭവം താഴ്ന്ന ലക്ഷണം കാണുന്നില്ല.